ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പലപ്പോഴും ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ അതൊരു കൺസിസ്റ്റൻസിയിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല അല്ലേ? ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയാം, ഓരോ ട്വിൻ ഫ്ലെയിം ജേർണിയും യൂണീക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്നർ വർക്കും യൂണീക്കായിരിക്കും. എന്നാൽ ഇനീഷ്യലായിട്ട് ഈ ജേർണിയിലേക്ക് വരുമ്പോൾ ഇന്നർ വർക്ക് എന്താണെന്നറിയാതെ, ആ ഒരു വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെ നമ്മൾ കുഴയുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. ആ സമയത്ത് ഈ ഒരു സമയത്ത് വളരെയധികം ഇൻഫോർമേഷൻ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. ചാനലുകളിലൊക്കെ ഇന്നർ വർക്ക് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്ന വീഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇനീഷ്യലായിട്ട് ഫോളോ ആവാം. അതായത് തുടക്കക്കാർക്ക് ആ ഒരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഇൻഡ്യൂഷൻ കേൾക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഡ്യൂഷനാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമ്മൾ ഏത് ഇന്നർ വർക്ക് ചെയ്യണം, അതായത് ഏത് ഹീലിംഗ് മെത്തേഡ് ഉപയോഗിക്കണം, എങ്ങനെ ഹീൽ ചെയ്യണം, ഏതൊക്കെ ഹീലിങ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ചെയ്യേണ്ടത്, എത്ര ദിവസം ചെയ്യണം, ഇതൊക്കെയും നമ്മളുടെ ഇൻഡ്യൂഷനാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജേർണി, അതായത് അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പം എല്ലാവർക്കും അറിയാം, പലപ്പോഴും നമ്മളുടെ പെർജിങ് നടക്കുന്ന സമയം, കോസ്മിക് എനർജിയിൽ ചേഞ്ച് വരുന്ന സമയത്ത്, ഫുൾ മൂൺ, ന്യൂ മൂണിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ട്രിഗേഴ്സ് കിട്ടുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെയും ഉള്ളപ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഒരു ഇമോഷണലായിട്ട് നമ്മൾ ഇംബാലൻസ് ആവും. പലപ്പോഴും ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നർ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല. അതല്ലാതെ നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊരു റൊട്ടീനായി പോകുമ്പോൾ, അതായത് എന്നും ഒരേ സമയത്ത് എഴുന്നേൽക്കുക, ഒരേപോലെ മെഡിറ്റേഷൻ ചെയ്യുക എന്നൊക്കെ ചെയ്യുമ്പോഴും നമുക്കിതൊരു ഉള്ളിലൊരു മടുപ്പ് വരും. കാരണം ഇടയ്ക്കൊക്കെ നമ്മളുടെ മൈൻഡ് വർക്കാവും അവിടെ ആക്ച്വലി. അതുകൊണ്ടാണത്. അപ്പോൾ ഇതിന് എന്താണ് നമ്മളുടെ അടുത്തുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്തിങ് എക്സസൈസും 7 ചക്ര മെഡിറ്റേഷനും ഒക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഇതൊന്നും ചെയ്യാനൊരു തോന്നുന്നില്ല, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, ആ സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതായത് ഒന്ന് നടക്കാൻ പോകാം, ഒന്ന് ജോഗിങ്ങിന് പോകാവുന്നതാണ്. ഇതൊന്നും അല്ലെങ്കിൽ അതിരാവിലെ ഒരു 5:30-6 മണിക്ക് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ആകാശത്തിലേക്ക് നോക്കി അങ്ങനെ നമുക്ക് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്ന, സ്വയം സംസാരിക്കുക എന്നുള്ളത്, അതൊക്കെ നമുക്ക് ഒത്തിരി ആ ഒരു ഹെവിനെസ് കുറയ്ക്കും, ആ ഒരു മടുപ്പ് കുറയ്ക്കും ആക്ച്വലി. പിന്നെ മഴ നനയാവുന്നതാണ്. പലപ്പോഴും എന്നും ചെയ്യുന്ന ആ ഒരു ഇന്നർ വർക്കിൻ്റെ ഷെഡ്യൂളിൽ നിന്ന് ഒരു ദിവസം മഴ പെയ്യുന്ന ദിവസം ആ മഴ നനയുമ്പോൾ നമ്മുടെ ഓറ നാച്ചുറലി ക്ലെൻസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല കാര്യങ്ങളും. ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനുള്ള കാര്യമല്ല, അതൊരു ബേർഡനായിട്ട് ചെയ്യാനുള്ള കാര്യമല്ല. അത് എൻജോയ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾക്ക് ഇന്നർ ഹാപ്പിനെസ് തരുന്ന ഏതൊരു കാര്യവും ഇന്നർ വർക്കിൽ തന്നെ വരും. അത് ചിലപ്പോൾ ഒരു കുക്കിംഗ് ആവാം, ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് സൈഡ് ആവാം, എഴുതുന്നതാവാം, വായിക്കുന്നതാവാം, എന്തെങ്കിലും ഗെയിംസ് കളിക്കുന്നതാവാം, കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നതാവാം. ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഏതൊരു കാര്യവും, കൗൺസിലിംഗ് ചെയ്യുന്നതാവാം, ആർക്കെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കുന്നതാവാം. ഇതൊക്കെയും നമ്മൾക്ക് ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നർ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇന്നർ ഹാപ്പിനെസ്സിലേക്ക് എത്താനായിട്ടാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത് ബേസിക്കലി. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ബേർഡനായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത്, നമ്മളുടെ മൈൻഡ് വർക്ക് ചെയ്യുകയും പലപ്പോഴും നമുക്ക് മടുപ്പ് തോന്നുകയും ചെയ്യുന്നത്. ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ
ഒന്ന് രണ്ട് ദിവസം ചെയ്തിട്ട് മടുപ്പ് വരുന്നവരുടെ കാര്യമല്ല പറയുന്നത്. ആ സ്ഥിരമായിട്ട് ചെയ്യുമ്പം മടുപ്പ് വരുമ്പോൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, ഇത് നമുക്ക് വേണ്ടിയുള്ള കാര്യമാണ്, നമ്മളുടെ സോളിൻ്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യം. എന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, ഏതൊരു ക്രിയേറ്റീവ് സൈഡ് ചെയ്താലും അതർ ആക്ടിവിറ്റീസ് ചെയ്താലും എല്ലായ്പ്പോഴും നമ്മളുടെ തോട്ട് പ്രോസസ്സിൻ്റെ മുകളിൽ നമ്മൾക്ക് ഒരു നമ്മളെപ്പോഴും നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ വാച്ച് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ എന്താണ് ആലോചിക്കുന്നത്, നമ്മുടെ എനർജി എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ 15-20 മിനിറ്റ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവറിൽ നമ്മൾ സ്വയം അങ്ങനെയൊരു നമ്മളുടെ ഇമോഷൻസിനെ അങ്ങനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും അൾട്ടിമേറ്റായിട്ട് നമ്മളുടെ തോട്ട് പാറ്റേണെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ എനർജീനെ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ തോട്ട് എവിടെയാണ് പോകുന്നത്, നമ്മുടെ ഇമോഷൻസ് എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മളുടെ ഫീലിങ്സ് എന്താണ്. അപ്പോൾ നെഗറ്റീവ് ഫീലിങ്സ് ആണോ പോസിറ്റീവ് ഫീലിങ്സ് ആണോ? ഈ നെഗറ്റീവ് ഫീലിങ്സ് വന്നാൽ പോലും അതിനൊരു ഗിൽട്ട് ഫീൽ ആവേണ്ട കാര്യമില്ല. അതിനെ ഒരു പോസിറ്റീവ് ഫീലിങ്ങിലേക്ക് എല്ലായ്പ്പോഴും ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ കുറേ മാസങ്ങൾ ചെയ്ത് നിർത്താനുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മുടെ ഉള്ളിൽ എത്ര ലേയേഴ്സ് ഉണ്ട് നമ്മൾ ഹീൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പോലും അറിയില്ല. അപ്പോൾ ഇത് ഹീലായിക്കൊണ്ടിരിക്കും തോറും നമുക്ക് ഒരു ബ്ലിസ്ഫുൾ എനർജി വരും, കാംനെസ് വരും, പീസിൻ്റെ എനർജി വരും. പിന്നെയും ട്രിഗേഴ്സ് കിട്ടില്ല എന്നുമല്ല, ട്രിഗേഴ്സ് കിട്ടുമ്പോഴൊക്കെയും ആദ്യം നമ്മൾക്ക് എടുക്കുന്ന സമയത്തേക്കാൾ കുറച്ച് സമയത്തിൽ നമ്മൾക്ക് ഹീലാവാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നർ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു ഗിൽട്ടിൻ്റെ എനർജിയിൽ പോകരുത്. അതിനെ നമ്മൾ എൻജോയ് ചെയ്യുന്ന എന്ത് കാര്യമാണ് നമ്മൾ ഇന്നർ വർക്കിലൂടെ ചെയ്യാൻ പറ്റുക എന്ന് നോക്കുക. ഹെവിനെസ് നമ്മൾക്ക് വരുമ്പോഴൊക്കെയും, ഒരു ട്രിഗർ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ചക്രയിൽ ഹെവിനെസ് വരുമ്പോഴൊക്കെയും മിറർ എക്സസൈസ് ചെയ്യുക. ആ ഒരു 20 മിനിറ്റ്സിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിൽ നമ്മളൊരു ഇഷ്യൂ ആയിരിക്കും അവിടെ ക്ലിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ട് അങ്ങനെ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ഹീലാക്കുക എന്നുള്ളതാണ് ഈ ജേർണിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. തന്നിരിക്കുന്ന കണ്ടൻറ്റ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.